കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണം നൽകി. ബി.ജെ.പി കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താൻ ആരുടെയും പെട്ടിതൂക്കിയ നേതാവായ ആളല്ലെന്നും അവഗണന സഹിക്കാൻ വയ്യാതെയാണ് പാർട്ടി വിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന കെ.പി.സി.സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രനാണ് ബി.ജെ.പി കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. കരുനാഗപ്പള്ളി നാഥനില്ല കളരിയായിരിക്കുകയാണെന്നും എം.എൽ.എ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റയാൾ പ്രകടനം നടത്തുകയാണെന്നും രാമചന്ദ്രൻ പറഞ്ഞു. താൻ ആരുടെയും പെട്ടിതൂക്കി നേതാവായ ആളല്ല. പാർട്ടിയുടെ കടുത്ത അവഗണന സഹിക്കാൻ വയ്യാതെയാണ് പാർട്ടി വിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ് എന്ന് കാണുവാൻ നമുക്ക് ഏവർക്കും കഴിയും. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ്? നമ്മുടെ മുദ്രാവാക്യം? വികസിത ഇന്ത്യ, വികസിത കേരളം. ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു, വികസിത കരുനാഗപ്പള്ളി. അതിന് നേതൃത്വം കൊടുക്കുവാൻ ശക്തനും പ്രാപ്തനും ജന മനസ്സുകളിലേക്ക് ഓടിയെത്തുവാൻ പര്യാപ്തമായ ഐശ്വര്യമുള്ള ഒരു മുഖമാണ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തിരിച്ചേർക്കുന്നത്. മഹാരാഷ്ട്ര മുൻ എംപിയും കരുനാഗപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഇൻചാർജുമായ ഡോക്ടർ സുജയ് പാട്ടീൽ, എൻ.ഡി.എ സ്ഥാനാർത്ഥി വി.എസ്. ജിതിൻ ദേവ, മാലുമേൽ സുരേഷ്, ആർ. മുരളി എന്നിവർ ചേർന്ന് തൊടിയൂർ രാമചന്ദ്രനെ സ്വീകരിച്ചു. My person will go to that every house of those 3 people and ask him how many houses you have covered. They will not let you sleep till the time you have completed the houses. Whatever you have covered, 30 houses, show us 30 houses. So I am here to trouble you, but it is for the party's good. We have a good chance of winning. We have to fight very strongly. കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം കാഴ്ചവെക്കുന്ന ഏറ്റവും ശക്തമായ മത്സരത്തിന് ടീം എൻ.ഡി.എ കരുനാഗപ്പള്ളി അമ്മ ഈ ടീം നേതൃത്വം കൊടുക്കുന്നു. നമുക്കിടയിൽ പടപടങ്ങളില്ല, നമുക്കിടയിൽ തർക്കങ്ങളില്ല, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നമുക്കിടയിൽ ആകെയുള്ളത് ഒരേ അഭിപ്രായവും ഒരേ ലക്ഷ്യവും മാത്രമാണ്. ആ ലക്ഷ്യം താമര വിരിയിക്കാനുള്ള ലക്ഷ്യം മാത്രമാണ്. ശാലിനി രാജീവ്, ശംഭു, കുട്ടൻ ശാന്തി, രഞ്ജിത്ത, സതീഷ് തേവനത്ത്, മഹേഷ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.